ക്ലോസ് എൻകൗണ്ടറിൽ ടി.ജി. നന്ദകുമാർ, വ്യവഹാര ദല്ലാൾ, കംപ്ലയിന്റ് കുമാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ടി.ജി. നന്ദകുമാർ യഥാർത്ഥത്തിൽ ആരാണ്? വി.എസുമായി നന്ദകുമാറിനുള്ള ബന്ധം എന്താണ്? മുകേഷ് അംബാനിയെ പോലെയുള്ള ഇന്ത്യൻ കുത്തകകൾക്ക് എങ്ങനെ നന്ദകുമാർ പ്രിയങ്കരനാകുന്നു? വിധി പുറപ്പെടുവിക്കുമ്പോൾ നീതിപീഠങ്ങൾ നന്ദകുമാറിന്റെ വരുതിയിലാണോ? ടി.ജി. നന്ദകുമാർ പ്രതികരിക്കുന്നു ക്ലോസ് എൻകൗണ്ടറിൽ. നമസ്കാരം ശ്രീ ടി.ജി. നന്ദകുമാർ. ഒക്ടോബർ 23-ന് ആലുവ പാലസിൽ താങ്കൾ വി.എസുമായി കൂടിക്കാഴ്ച നടത്തിയതോടെയാണ് താങ്കളുമായി ബന്ധപ്പെട്ട് വീണ്ടും വിവാദങ്ങൾ മാധ്യമങ്ങളിൽ വരുന്നത്. എന്തിനായിരുന്നു അന്ന് വി.എസിനെ കണ്ടത്? എനിക്കെതിരെയുള്ള എല്ലാ അന്വേഷണങ്ങളെയും വി.എസ്. അച്യുതാനന്ദൻ വഴി ഞാൻ സ്വാധീനിക്കുന്നു എന്നുള്ള പരാതി വരുന്നു. അപ്പോൾ കുറേ കാലമായി അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റാണ് എനിക്കെതിരെ അന്വേഷണങ്ങൾ ഓർഡർ ചെയ്തതെന്നും അദ്ദേഹം എൻ്റെ ഒരു അന്വേഷണത്തിലും സ്വാധീനിച്ചിട്ടില്ലെന്നും മാധ്യമങ്ങളോട് പറയണമെന്ന് പറയാൻ ഞാൻ അദ്ദേഹവുമായി ചെലവഴിച്ചതാകെ 2 മിനിറ്റാണ്. അദ്ദേഹം ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാൻ പോലും തയ്യാറായില്ല. കാരണം അദ്ദേഹം ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ പോകാനുള്ളത്. അതിനപ്പുറം യാതൊരു ഉദ്ദേശവും ആ കൂടിക്കാഴ്ചയ്ക്ക് ഉണ്ടായിരുന്നില്ല. വി.എസിനോട് ഇങ്ങനെ പോയി നേരിട്ട് കണ്ട് വി.എസ്. എന്തൊക്കെ പറയണം എന്ന് തീരുമാനിക്കാൻ താങ്കൾ ആരാണ്? അങ്ങനെ ഞാൻ അദ്ദേഹം എന്ത് പറയണം എന്ത് പറയണ്ടെന്ന് തീരുമാനിക്കാൻ ഞാൻ ആരുമില്ല. പക്ഷേ എനിക്കെതിരെയുള്ള ആരോപണങ്ങൾ വി.എസ്. അച്യുതാനന്ദൻ എന്നെ അനാവശ്യമായി സഹായിക്കുന്നു എന്നാണ് മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരുന്നത്. എന്നെ സഹായിച്ചിട്ടില്ല. എനിക്കെതിരെയുള്ള അന്വേഷണങ്ങൾ ഓർഡർ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് ആണെന്ന് പറയണമെന്ന് ഞാൻ പറയാൻ ചെന്നുള്ളൂ. അതെനിക്ക് റിക്വസ്റ്റ് ചെയ്യാമല്ലോ അദ്ദേഹത്തിനോട്. പറയണ്ടേ എന്ന് തീരുമാനിക്കേണ്ട അദ്ദേഹമാണല്ലോ. അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം താങ്കൾക്ക്? എനിക്കങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഗുണമുണ്ടായിട്ടല്ല. വെറുതെ വി.എസ്. അച്യുതാനന്ദനെ പോലെയുള്ള ആളുകൾ എന്നെ പോലെയുള്ള ആളുകളെ എന്നെ പോലെയുള്ള ആളുകളെ സഹായിച്ചു എന്ന പേരിൽ പഴി കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ. വി.എസിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നന്ദകുമാർ രാവിലെ പോയി കണ്ടത്? അല്ലല്ല, വി.എസിന്റെ തിന്മയെക്കുറിച്ചല്ല ഞാൻ ചിന്തിച്ചത്. അദ്ദേഹം ഉണ്ടെന്നറിഞ്ഞു, ഞാൻ അദ്ദേഹത്തെ കണ്ടു. താങ്കളും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന വിവാദങ്ങളിൽ വി.എസ്. നല്ല രീതിയിലാണ് പ്രതികരിക്കുന്നത് എന്ന അഭിപ്രായം താങ്കൾക്കുണ്ടോ? അല്ല, അദ്ദേഹവും ഞാനും തമ്മിൽ ബന്ധപ്പെട്ട് ഏതൊക്കെ വിവാദങ്ങൾ വന്നെന്ന് വിശദീകരിച്ചാൽ ഞാൻ അതിന് മറുപടി പറയാം. എന്തെല്ലാം വിവാദമാണ് അദ്ദേഹം ഞാനും ചേർന്ന് വന്നിരിക്കുന്നത്. ഒന്നാമതായി, വി.എസ്. അച്യുതാനന്ദന് വേണ്ടി അദ്ദേഹം നടത്തുന്ന പല കേസുകളിലും താങ്കൾ ഒരു ദല്ലാളായി ഇടപെട്ട് അദ്ദേഹത്തിന് അനുകൂലമായ വിധി പ്രസ്താവങ്ങൾ നീതിപീഠങ്ങളിൽ നിന്നും സമ്പാദിച്ചു കൊടുക്കുന്നു. ഏതെങ്കിലും ജഡ്ജിയെ സ്വാധീനിക്കാൻ പോയത് ആരെങ്കിലും തെളിയിച്ചിട്ടുണ്ടോ? ഇല്ല. നിരന്തരമായ ആരോപണം. ഏത് ജഡ്ജിയെ ഞാൻ കാണാൻ പോയെന്നാണ് ആരോപണം? അങ്ങനെ പറഞ്ഞിട്ടില്ല. താങ്കൾ തന്നെ കേരള ശബ്ദം വാരികയ്ക്ക് അനുവദിച്ച അഭിമുഖത്തിൽ അവകാശപ്പെട്ടിരിക്കുന്നത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സുദർശന റെഡ്ഡിയെ ബാംഗ്ലൂരിൽ പോയി കാണുകയുണ്ടായി. അന്ന് താങ്കൾക്കൊപ്പം ചാക്ക് രാധാകൃഷ്ണനും ഉണ്ടായിരുന്നു. പിന്നീട് അവിടേക്ക് പി.കെ. കുഞ്ഞാലിക്കുട്ടി എത്തി. അന്നത്തെ വ്യവസായ മന്ത്രി സുദർശൻ റെഡ്ഡിയെ സ്വാധീനിക്കാനായിരുന്നു നീക്കം. നടന്നില്ല. അപ്പോൾ താങ്കൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം പങ്കാളിയാണെന്ന് താങ്കൾ തന്നെ പറയുന്നു. ശരി, ഞാൻ അതിന് മറുപടി പറയാം. സുദർശൻ റെഡ്ഡി എന്ന മാഗസിൻ എഴുതിയത് തന്നെ തെറ്റ്. സുഭാഷൻ റെഡ്ഡിയാണ് അന്നത്തെ കേരളത്തിലെ ചീഫ് ജസ്റ്റിസ്. 2004-2005 കാലഘട്ടത്തിൽ എനിക്ക് അദ്ദേഹത്തെ അറിയില്ല. ചാക്ക് രാധാകൃഷ്ണൻ എന്നെ വന്ന് കണ്ടു. സുദർശൻ റെഡ്ഡിയെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിചയപ്പെടുത്തണം എന്ന് പറഞ്ഞു. സുഭാഷൻ റെഡ്ഡി തെറ്റിപ്പോകുന്നു. ഈ പേരുകൾ തമ്മിൽ. ചാക്ക് രാധാകൃഷ്ണൻ കുഞ്ഞാലിക്കുട്ടിയെ കൂട്ടി സുഭാഷൻ റെഡ്ഡിയെ കാണാമെന്ന് വരുന്നുള്ള ധാരണയിലല്ല ബാംഗ്ലൂരിൽ ഞങ്ങൾ എത്തിയത്. അവിടെ എത്തിയപ്പോൾ താങ്കളുടെ സ്വാധീനം ഉപയോഗിച്ച് സുഭാഷൻ റെഡ്ഡിയെ കാണാൻ തന്നെയാണ് ചാക്ക് ശ്രമിച്ചത്. അതെ, അന്ന് എനിക്ക് ബന്ധുക്കൾ വഴി സുഭാഷൻ റെഡ്ഡിയോടുള്ള പരിചയം ഉപയോഗിക്കാനാണ് ചാക്ക് ശ്രമിച്ചത്. അങ്ങനെ വരുമ്പോൾ അപ്പോയിന്റ്മെന്റ് കിട്ടുന്നു നിങ്ങൾക്ക്? അപ്പോയിന്റ്മെന്റ് തന്നിട്ടില്ല ചീഫ് ജസ്റ്റിസ്. അദ്ദേഹം കയറി വരുമ്പോൾ കുഞ്ഞാലിക്കുട്ടി ഞാനും കുഞ്ഞാലിക്കുട്ടിയും ചാക്കും ഉണ്ട്. കുഞ്ഞാലിക്കുട്ടി അദ്ദേഹത്തെ നമസ്തേ പറയുന്നു. സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ ഒപ്പം കുഞ്ഞാലിക്കുട്ടി നടക്കുന്നു. കോറിഡോറിൽ റൂമിലേക്ക് കയറുന്നു. പുറകെ ഞാനും അദ്ദേഹത്തിനോടൊപ്പം കയറി. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി ചാക്കരാധ സുഭാഷൻ റെഡ്ഡിയോട് പറഞ്ഞു, ഞാൻ വളരെ പ്രതിസന്ധിയിലാണ്, മുട്ടുകുത്തി എന്ന് തന്നെ പറഞ്ഞു, റെസ്പെക്റ്റോട് കൂടി. അപ്പോൾ സുഭാഷൻ റെഡ്ഡിക്ക് അറിയാം അദ്ദേഹം പരിഗണിക്കുന്ന കേസിൽ? അല്ല, അദ്ദേഹത്തിന് പിടിയില്ലല്ലോ. അദ്ദേഹം കേട്ടു എന്ന് മാത്രം, ഒരു ആൻസറും പറഞ്ഞില്ല. അദ്ദേഹത്തെ കണ്ട് കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടത്, ഞാൻ കുഞ്ഞാലിക്കുട്ടി ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ, ഞാൻ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലാണ്, ഇല്ലാത്ത കേസുകൾ എൻ്റെ പേരിൽ ആരോപിക്കുകയാണ്, എൻ്റെ കേസുകളിൽ എന്നെ സഹായിക്കാം എന്ന ഏറ്റ ആളാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ബെഞ്ചിലിരിക്കുന്ന ജൂനിയർ ജഡ്ജ് സിറിയക് ജോസഫ്. ആ കമ്മിറ്റ്മെൻറ്റിൻ്റെ പുറത്ത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ജെയിംസ് ജോസഫിൻ്റെ ഭാര്യ ജാൻസി ജോസഫ് കേരള മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആക്കി. പക്ഷേ ജാൻസി ജെയിംസ് അദ്ദേഹത്തെ ഞങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞു. സുഭാഷൻ റെഡ്ഡി എന്ത് പറഞ്ഞു? സുഭാഷൻ റെഡ്ഡി ഒരൊന്നിനും ആൻസർ പറഞ്ഞില്ല. മിസ്റ്റർ കുട്ടി, ടൈം ഈസ് ഓവർ എന്ന് പറഞ്ഞ് ഡിസ്പോസ് ചെയ്തു. 2 മിനിറ്റ് 3 മിനിറ്റ് മാക്സിമം. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞാലിക്കുട്ടി രാജിവെച്ചു. 2 ഇഷ്യൂവിനാണ് കുഞ്ഞാലിക്കുട്ടി സമീപിച്ചത്. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ
കേട്ടൊരു വാക്ക്, പത്മനാഭൻ നായരാണെന്ന് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ജസ്റ്റിസ് പത്മനാഭൻ ആ റോസ്റ്റർ ചേഞ്ച് ചെയ്യണമെന്നും കൂടി പറഞ്ഞു. ഒരു ആൻസറും ചീഫ് ജസ്റ്റിസ് എന്ന നിലയ്ക്ക് സുഭാഷൻ റെഡ്ഡി പറഞ്ഞില്ല. സിറിയക് ജോസഫിനെതിരെ പക്ഷേ ഒരു നീക്കവും ചീഫ് ജസ്റ്റിസ് നടത്താതിരുന്നത് അങ്ങനെ അദ്ദേഹത്തിന് സമയപരിധി കുറവായിരുന്നു. സുഭാഷൻ റെഡ്ഡി എന്ന് അന്ന് ചീഫ് ജസ്റ്റിസ് അദ്ദേഹം റിട്ടയർ ചെയ്യാൻ ഒരു മാസമോ ഒറ്റേ ഉള്ളൂ, ജനുവരിയിൽ. നവംബറോ ഡിസംബറിലോ ഈ കേസ് കേൾക്കുന്നത്. പിന്നെ സിറിയക് ജോസഫിനെതിരെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ സമയം കിട്ടും? പിന്നെ ഈ കേസ് കേൾക്കുന്ന ആരായിരിക്കും? ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് സിറിയക് ജോസഫ് തീരുമാനിക്കുന്ന ബെഞ്ചായിരിക്കും. പിന്നെ ആ കേസിന്റെ വിധി എന്തായിരിക്കുന്നത് നമുക്കറിയാമല്ലോ. താങ്കൾ എന്തിനാണ് ഈ VIP യാത്ര ചെയ്യുമ്പോൾ അവരുടെ അടുത്ത സീറ്റ് റിസർവ് ചെയ്യുന്നത്? ബിസിനസ് ക്ലാസ് വിമാനത്തിൽ കൊച്ചിൻ ഡൽഹി വിമാനങ്ങളിൽ ഏറ്റവും പുറകിലെ ബിസിനസ് ക്ലാസ് സീറ്റ് എടുക്കുന്ന ആളാണ്. എൻ്റെ എല്ലാ ബോർഡിംഗ് പാസും ഞാൻ കാണിച്ചു തരാം, ചെക്ക് ചെയ്യാം. 5 ആണ് നമ്പർ. അഞ്ചാമത്തെ സീറ്റിൽ 5A 5C 5D 5F, ഞാൻ 5F ഓർ 5A. ആ ഒരു റോ വിമാനത്തിൽ പോകുന്ന അതായത് അടുത്ത ഫ്ലൈ ചെയ്യേണ്ട ക്യാപ്റ്റൻ, SOD, സ്റ്റാഫ് ഓൺ ഡ്യൂട്ടി, അവർക്ക് അലോട്ട് ചെയ്യപ്പെട്ട സീറ്റിൽ 2 സീറ്റ് പാസഞ്ചേഴ്സിനുണ്ടാവും, 5α 5F. ആ സീറ്റ് ഞാൻ എടുക്കാറുള്ളൂ. പലപ്പോഴും ന്യായാധിപന്മാർ ഇങ്ങനെ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അവരുടെ അടുത്ത് സീറ്റ് റിസർവ് ചെയ്ത് അവരുമായി കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു പതിവ്, അല്ലെങ്കിൽ അങ്ങനെ ബന്ധം സ്ഥാപിക്കുന്ന ഒരു പതിവ് താങ്കൾക്കുണ്ട് എന്ന്. അത് ഉന്നയിച്ചവരോട് തന്നെ ചോദിക്കണം. ഞാൻ അങ്ങനെ ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ എൻ്റെ സീറ്റിൽ നിന്ന് എണീച്ച് പോയിട്ടില്ല. സ്വാഭാവികമായി സഞ്ചരിക്കുന്ന VIPകൾക്ക് കൊടുക്കുന്ന സീറ്റ് ഫസ്റ്റ് റോയാണ്. 1 ആൽഫ, 1 ചാർലി, 1 ഡെൽറ്റ, 1 ഫോസ്ട്രോക്ക്, 1A 1C 1D 1F. ഞാൻ 5ാമത്തെ സീറ്റും തമ്മിലുള്ള അകലം വളരെ അധികമുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയധികം വിമാനയാത്ര നടത്തുന്നത്? ഞാൻ റിലയൻസുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്തിരുന്ന ആളല്ലേ. എനിക്ക് വിമാനയാത്ര ചെയ്യാനുള്ള പൈസ അവർ തന്നിരുന്നില്ല. എന്തിനാണ് റിലയൻസിന് വേണ്ടി വിമാനയാത്രകൾ ചെയ്യുക? ഞാൻ കൊച്ചിയിൽ വന്ന് പോകണമെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിൽ വന്ന് ഡൽഹി പോകണമെങ്കിൽ എനിക്ക് വിമാനയാത്ര ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യാണ്ട് പറ്റും. എല്ലാ ആഴ്ചയിലും അതുകൊണ്ട് വിമാനത്തിൽ യാത്ര ചെയ്ത് വീട്ടിൽ വരും. ആഴ്ചയിൽ അത് റിലയൻസ് ആ പണം നൽകുന്നു. റിലയൻസ് എനിക്ക് പൈസ തന്നിരുന്നു ആ കാലഘട്ടത്തിൽ. ഇപ്പം ഞാൻ റിലയൻസുമായുള്ള ബന്ധം ഈ കഴിഞ്ഞ മാസം ഉപേക്ഷിച്ചു. 2007 മുമ്പ് വരെ അപ്പോൾ താങ്കൾ ഇങ്ങനെ വിമാനയാത്ര ചെയ്യാറില്ല? മുമ്പ് ഞാൻ ഇതുപോലെ ഫ്രീക്വന്റ് ആയി വിമാനയാത്ര ചെയ്തിട്ടില്ലല്ലോ. എത്ര തവണ യാത്ര ചെയ്തിട്ടുണ്ട്? അത് നോക്കേണ്ടി വരും. 80-ലധികം യാത്ര നടത്തിയിട്ടുണ്ട്. 80-ലധികം നടത്തിയിട്ടുണ്ടാവാം മൊത്തം. അങ്ങനെയെങ്കിൽ അതിന്റെ തുക എത്രയാകും? ഒരു യാത്രയ്ക്ക് കൂടി വന്നാൽ 14,000 രൂപ കൊച്ചിൻ ഡൽഹി. കോർപ്പറേറ്റ് അങ്ങനെ ബൾക്ക് വാങ്ങുന്നതിൽ നിന്നാണ് എനിക്ക് തരുന്നത്. താങ്കളെ പറ്റിയുള്ള ഇന്റലിജൻസ് അന്വേഷണത്തിൽ നിന്ന് അറിയാൻ കഴിയുന്ന ഒരു കാര്യം, താങ്കൾ രാവിലെ ഡൽഹിക്ക് പറക്കുന്നു, വൈകിട്ട് ബോംബെയിലെത്തുന്നു, രാത്രി കൊച്ചിയിലെത്തുന്നു. ഇത്ര തിരക്ക് പിടിച്ച യാത്ര ഞാനറിയില്ല. ഇന്റലിജൻസ് അന്വേഷണത്തെ കുറിച്ച് ഇപ്പോൾ താങ്കൾ പറയുമ്പോൾ അറിയുന്നു. അങ്ങനെ ഞാൻ യാത്ര ചെയ്തതായിട്ട് എനിക്കറിയില്ല, ഞാൻ ചെയ്തിട്ടില്ല. എത്ര മൊബൈൽ ഫോണുകളുണ്ട്? 3 5 എന്ന് കേൾക്കുന്നു. എനിക്കറിയില്ല. ആ 3 ആരുടെ പേരിലാണ്? എൻ്റെ പേരിൽ. ആദ്യം മുതൽക്ക് അല്ല. ഒരു കണക്ഷൻ ഈ അടുത്ത കാലത്ത് ആരോപണം ഉന്നയിച്ചൊരു കണക്ഷൻ എൻ്റെ പേരിലല്ലായിരുന്നു. ട്രായിയുടെ നിർദ്ദേശപ്രകാരം കമ്പൽസറിയുമായി ID പ്രൂഫ് കൊടുക്കണമെന്ന സമയം വന്നപ്പോൾ ഞാൻ എൻ്റെ ID പ്രൂഫ് കൊടുത്തു. എൻ്റെ ഈ കേരളത്തിൽ കിട്ടിയ ഇലക്ട്രോൾ കാർഡ്, വോട്ട് ചെയ്യാൻ എനിക്ക് തന്നിരിക്കുന്ന കാർഡ് തന്നെയാണ് ഞാൻ പ്രൂഫായിട്ട് കൊടുത്തത്. ക്രൈം ബ്രാഞ്ച് കഴിഞ്ഞ ദിവസം അന്വേഷിച്ചു ഡൽഹിയിൽ വന്ന്. ഒരു കണക്ഷൻ ഡൽഹിയിലായതുകൊണ്ട് മറ്റ് 2 കണക്ഷൻ കേരളത്തിലാണ്. അവിടെ അന്വേഷിച്ചപ്പോൾ അത് എൻ്റെ പേരിലേക്ക് മാറ്റിയിട്ടുണ്ട്. താങ്കളുടെ മൊബൈൽ നമ്പറുകളൊന്ന് പറയാമോ? എൻ്റെ മൊബൈൽ നമ്പർ ഇപ്പോൾ ആരോപണങ്ങളിൽ വന്നിരിക്കുന്നത് 9810561283. അതെൻ്റെ പേരിലാണ്. 9847095080 എൻ്റെ പേരിലാണ്. 9447242223 എൻ്റെ പേരിലാണ്. എന്തിനായിരുന്നു ഈ പറയുന്ന തരത്തിലുള്ള ആശയക്കുഴപ്പം മൊബൈൽ ഫോൺ ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരേണ്ടത്? എൻ്റെ മൊബൈലുകൾ ഞാൻ ജഡ്ജിമാരെ സാധിക്കാൻ ഉപയോഗിക്കുന്നു പറഞ്ഞു. അതിൻ്റെ പ്രിൻ്റ് ഔട്ടുകൾ എടുത്ത് അറിയാലോ ഏതെങ്കിലും ജഡ്ജിയുടെ നമ്പറിലേക്ക് ഞാൻ വിളിച്ചിട്ടുണ്ടോ? താങ്കൾക്ക് ധൈര്യപൂർവ്വം പറയാൻ കഴിയും? ധൈര്യപൂർവ്വം പറയാം. ഒരു ജഡ്ജിയും വിളിച്ചിട്ടില്ല. താങ്കളുടെ ഒരു ഫോൺ നമ്പറുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ചെന്ന് അവസാനിച്ചത് ഒരു ന്യായാധിപന്റെ മേൽവിലാസത്തിലാണ്. 14 വർഷം മുമ്പ് കണക്ഷൻ എടുക്കുമ്പോൾ ജസ്റ്റിസ് സിറിയക് ജോസഫ് അന്ന് കേരള ഹൈക്കോടതി ജഡ്ജി സ്ഥാനത്ത് നിന്ന് സ്ഥലം മാറ്റപ്പെട്ട് ഡൽഹിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് ആയ തോമസ് എൻ്റെ സുഹൃത്തായിരുന്നു. അപ്പോൾ ഒരു അഡ്രസ്സ് കൊടുക്കണം, ഏതെങ്കിലും ഒരു അഡ്രസ്സ്. അന്ന് കമ്പൽസറി അല്ല, ID പ്രൂഫ് ഇല്ല. അപ്പോഴും ഒരു ന്യായാധിപനുമായി ബന്ധമുള്ള ആളാണ്. ന്യായാധിപന്റെ വീട്ടിലല്ലല്ലോ കണക്ഷൻ നമ്പർ വന്നിരിക്കുന്നത്. ന്യായാധിപന്റെ പ്യൂണിന് താമസിക്കാൻ കൊടുത്തിരിക്കുന്ന ഔട്ട് ഹൗസാണ് ഉപയോഗിച്ചത് ആ മേൽവിലാസത്തിന്. ഔട്ട് ഹൗസ് വേറെയാണ്. ക്രൈം ബ്രാഞ്ച് കണ്ടെത്തിയല്ലോ ഔട്ട് ഹൗസ് ആണെന്നും ഈ ഔട്ട് ഹൗസ് സെപ്പറേറ്റ് ആണെന്നും. ന്യായാധിപനുമായിട്ട് ബന്ധമില്ല. ന്യായാധിപന്റെ പ്യൂണ് താമസിക്കുന്നതുകൊണ്ട് ന്യായാധിപൻ എങ്ങനെ കുറ്റക്കാരനാവും? ന്യായാധിപന്മാരെ സ്വാധീനിക്കുന്ന വഴികൾ വിചിത്രമായിരിക്കാം. വേറെ തെറ്റായ ധാരണ. ഞാൻ ആരെയും സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടില്ല. സിറിയക് ജോസഫിനെ സ്വാധീനിക്കാൻ കഴിയുമോ? എനിക്കറിയില്ല. എനിക്ക് അധികമായിട്ട് പരിചയം. ജഡ്ജിമാരെ പൊതുവിൽ സ്വാധീനിക്കാൻ കഴിയുമോ? എനിക്കറിയില്ല. ഞാനങ്ങനെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടില്ല. താങ്കളുടെ മുഖം പറയുന്നു അങ്ങനെയല്ല എന്ന്. അത് താങ്കളുടെ തെറ്റായ കണക്കൂട്ടലാണ്. എൻ്റെ മുഖം പറയില്ല. Joint free close encounter.